പ്രതിഷേധങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിരാമമിട്ട് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് തുറന്നു നൽകി. ഏറെ നാളായുള്ള മുറവിളികൾക്കൊടുവിലാണ് 2.5 കോടി രൂപ ചെലവ് ചെയ്ത് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് സ്റ്റാൻഡിന്റെ തെക്കുഭാഗം തുറന്നു നൽകിയത്. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സമർപ്പണം നിർവഹിച്ചു. മേയർ എം.കെ. വർഗീസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ പെരിഞ്ചേരി, ജയപ്രകാശ് പൂവത്തിങ്കൽ, ഡിവിഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, കൌൺസിലർ പൂർണിമ സുരേഷ്, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നേരത്തെ വടക്കുഭാഗം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു. നിലവിൽ 20 ലക്ഷം രൂപയുടെ 1ാം ഘട്ട വൈദ്യുതീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ 2ാം ഘട്ട പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. ബസ് സ്റ്റാൻഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചിട്ടും തുറന്നു നൽകാത്തതിനെതിരെ ബസ് ജീവനക്കാരും വ്യാപാരികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തുകയും TCV വാർത്ത നൽകുകയും ചെയ്തിരുന്നു. സീലിംഗ്, LED ലൈറ്റുകൾ, ഡിജിറ്റൽ ഡിസ്പ്ലേ, ഇരിപ്പിടങ്ങൾ, ശൌചാലയം ഉൾപ്പെടെ ബസ് സ്റ്റാൻഡിനെ ആധുനിക രീതിയിൽ നവീകരിക്കാനുള്ള വിപുലമായ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ. വെക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിന് മലയാളിയായ എൻ്റെ അടക്കം ഒരു സ്വഭാവമാണ്, എന്തെങ്കിലും ഒരു വിത്ത് മണ്ണിലിട്ടാൽ അത് പിറ്റേ ദിവസം കായ്ക്കണം. സമയം കൊടുക്കാറില്ല നമ്മളാരും. എന്നും കുത്തിയിട്ടോ പിറ്റേ ദിവസം അന്വേഷിക്കാൻ തുടങ്ങി. നമ്മളൊരു പണി പൂർത്തീകരിക്കാൻ വേണ്ടി ഏതൊരു പണിയും വളരെ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാൻ കേപ്പബിളായ ഒരു കോർപ്പറേഷനാണ് തൃശൂർ. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മേയറും നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും പറഞ്ഞതനുസരിച്ച് മുകൾ ഭാഗം പൂർണ്ണമായി സീലിംഗ് നടത്തി മനോഹരമായിട്ടുള്ള LED വെളിച്ച സംവിധാനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഈ നിൽക്കുന്ന താഴത്തെ തറയോടുകൾ പൂർണ്ണമായി മാറ്റി വളരെ വിശാലമായ വിധത്തിൽ 1 കോടി രൂപയുടെ ഇന്റീരിയർ ഡെക്കറേഷൻ പൂർണ്ണമായും ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിനകത്ത് വരുന്ന ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതോടെ കുറച്ചുകൂടി മനോഹരമായി ഈ വഴി മാറും.